അങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത പ്രമോ വന്നിട്ടുണ്ട്. ലാലേട്ടൻ നമ്മുടെ കണ്ടസ്റ്റൻസിനൊക്കെ ഇട്ട് നല്ല രീതിക്ക് കൊടുക്കുന്നൊരു പ്രമോ ആണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ലാലേട്ടൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ആകെപ്പാടെ എല്ലാവരും കൂടെ ഒരു റെസ്പെക്റ്റും കൊടുക്കാത്ത രീതിയിൽ എല്ലാവരും കൂടെ ബഹളം വെക്കുകയാണ്. അത് എപ്പോഴും ഉള്ളതാണ്. ലാലേട്ടനും റെസ്പെക്റ്റ് കൊടുക്കില്ല, ബിഗ് ബോസിനും റെസ്പെക്റ്റ് കൊടുക്കില്ല. അവർക്കൊരു വിലയില്ല ഈ വട്ടത്തെ ബിഗ് ബോസിലെ കണ്ടസ്റ്റൻസിന്. അപ്പോൾ ലാലേട്ടൻ അനുമോൾ എന്ന് വിളിച്ചിട്ട് എന്തോ കാര്യം ചോദിക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എല്ലാവരും കൂടെ സംസാരിക്കുമ്പോൾ ലാലേട്ടൻ നല്ല വൃത്തിക്ക് പറയുന്നുണ്ട്, നിങ്ങളവിടെ മിണ്ടാതിരിക്കുവാണെങ്കിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കും, അല്ലെങ്കിൽ ഞാൻ ഇട്ടേച്ച് പോകും എന്നുള്ള രീതിക്ക് തന്നെ സംസാരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ ഷാനവാസിനെ വിളിക്കുകയാണ്. ഷാനവാസിന് ഇത് ഡിസേർവ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ഇതിപ്പോൾ ഷാനവാസിൻ്റെ ഫാൻസ് എത്ര പേരുണ്ടെങ്കിലും ശരി, ഷാനവാസ് ആ ഒരു സീക്രട്ട് ടാസ്ക് പൊളിച്ചു കൊടുത്തതിന് ലാലേട്ടൻ ചോദ്യം ചെയ്യണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അത് ലാലേട്ടൻ നല്ല വൃത്തിക്ക് ചോദിക്കുന്നുണ്ട്. ഷാനവാസ്, നിങ്ങൾ ആ ഗെയിം പൊളിച്ചു കൊടുത്തിട്ട് നിങ്ങളൊരു മിടുക്കനായെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊരു ചോദ്യം ലാലേട്ടൻ ചോദിച്ചു. അത് ചോദിക്കാൻ വേണ്ടിയിട്ട് ആ ബിഗ് ബോസ് കാണുന്ന ഓരോരുത്തരും, ലൈവ് കാണുന്ന ഓരോരുത്തരും ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. ആ ഷാനവാസിൻ്റെ ആ ഒരു ഷോ ഉണ്ടല്ലോ, ആ ഷോനവാസ് ഷോ, അതങ്ങ് പൊളിച്ചു കൊടുക്കുകയാണ് ലാലേട്ടൻ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ എന്ത് വൃത്തികേടായിരുന്നു ആ ഗെയിമിനകത്ത് അയാൾ കാണിച്ചത്. വേണമെങ്കിൽ ആ സീക്രട്ട് ടാസ്കിൽ കുറച്ചും കൂടെ നേരം നിന്നിട്ട് വേണമെങ്കിലും അവസാനത്തിലേക്ക് എത്തുമ്പോൾ വേണമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഈ പരിപാടി ചെയ്യാമായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഈ ഒരു പരിപാടി ചെയ്ത് എന്തൊരു വൃത്തികേടായത്. ഓരോ മലയാളികളും ബിഗ് ബോസ് കാണുന്ന ആൾക്കാർ ഇത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. അതിനോടൊപ്പം തന്നെ രാത്രിയിലത്തെ വഴക്കിൻ്റെ കാര്യവും ചോദിക്കുന്നുണ്ട്. അമ്മയെ വിളിച്ചു എന്ന് കേട്ടു, അല്ലെങ്കിൽ അത് അങ്ങനെ തോന്നി എന്നുള്ള രീതി വെച്ചിട്ട് നമ്മുടെ ആര്യനുമായിട്ട് അടി ഉണ്ടാക്കാൻ പോകുന്നത്. ആര്യനും പിടിച്ച് തള്ളുകയൊക്കെ ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി ഉറപ്പ് വരുത്താതെ മനഃപൂർവ്വം ആ ഒരു ഇഷ്യൂ ആൾ എന്തിനുണ്ടാക്കി എന്നറിയത്തില്ല. അതിനോടൊപ്പം തന്നെ മാൻ ഹാൻഡ്ലിങ് ചെയ്യാൻ പോയെന്ന് വരെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഈ ഒരു ബിഗ് ബോസിൻ്റെ സീസൺ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ആരുടെ ഭാഗത്താണോ കൂടുതൽ നിൽക്കുന്നത്, ആരുടെ ഭാഗത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ നിൽക്കുന്നത്, ആ ആൾക്കാരെ മാത്രമേ സീസണിൽ ആ ഒരു എപ്പിസോഡിൽ കൊടയത്തുള്ളൂ. ഇപ്പം ഷാനവാസിനെ തിരിച്ചും ആര്യൻ ഉപദ്രവിച്ചു. പക്ഷേ ഷാനവാസിൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഷാനവാസിനിട്ടാണ് കൊടുത്തത്. ഇതിന് മുന്നേ ഇങ്ങനെ നടന്നിട്ടുണ്ട്. കാരണം ആര്യൻ അനുവിനെക്കുറിച്ച് ഒരു വൃത്തികേട് പറഞ്ഞു. അനു ആണെങ്കിൽ ആര്യൻ്റെ ഡ്രസ്സിലൂടെ എന്തോ കാലം ഇങ്ങനെ വെക്കുന്നോ, അങ്ങനെ ഇത് ഫ്ലോട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിൽ ആര്യൻ പറഞ്ഞിട്ട് പോലും അനു പറഞ്ഞ ഒരു വാക്ക്, അല്ലെങ്കിൽ അനു പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, ജിസേലിനെ ആര്യനെയും കുറിച്ച് പറഞ്ഞ കാര്യമാണ് ലാലേട്ടൻ ചോദിച്ചതും അനുവിനെയാണ് ഫയർ ചെയ്തതും. അപ്പം ഇവിടെ രണ്ടുപേരോടത്തും ലാലേട്ടൻ ഇനിയിപ്പോൾ ചോദിക്കുമോ എപ്പിസോഡിലെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഷാനവാസിൻ്റെ അടുത്താണ് ലാലേട്ടൻ ഇത് ചോദിക്കുന്നത്. അതുപോലെ അനു ഇങ്ങനെ അന്താളിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങി പോലെ നിൽക്കുന്നൊരു സീനും ഉണ്ട്. അതിപ്പോൾ എന്താണെന്ന് അറിയത്തില്ല. അനുവിനെ പിന്നെ പറയാത്ത ഒരു എപ്പിസോഡ് പോലും ഇല്ല. അതിനിപ്പോൾ എന്താണെങ്കിലും അനുവിന് എന്തെങ്കിലും ഒരു കൊട്ട് ലാലേട്ടൻ്റെ വകയുണ്ട്. അതിപ്പോൾ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അതിനോടൊപ്പം തന്നെ നമ്മുടെ അനീഷിൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം ചോദിക്കുമ്പോൾ അനീഷ് എന്തോ പറയാൻ വരുന്ന സമയത്ത് ഷാനവാസ് സമ്മതിക്കാതെ കൈ പൊക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ലാലേട്ടൻ ആ സമയത്തും ഷാനവാസിനിട്ട് നല്ലത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? നിങ്ങളെക്കുറിച്ച് വേറെ ഒരാൾക്കും ഒന്നും പറയാൻ ഇവിടെ പറ്റത്തില്ലേ? അങ്ങനെ നമ്മുടെ ഷാനവാസിൻ്റെ ഷോ ഓൾമോസ്റ്റ് ഇവിടെ ഈ ഒരു എപ്പിസോഡ് കൊണ്ട് തീരും. ഈ രീതിയിൽ തന്നെ, ഈ പ്രമോയുടെ രീതിയിൽ തന്നെയാണ് ലാലേട്ടൻ ഇത് കാണിക്കുന്നതെങ്കിൽ നമുക്ക് ഇവിടം കൊണ്ട് ഇത് തീരുമെന്ന് നോക്കാം. ഷോ ഒക്കെ കുറച്ച് വെച്ചിട്ട് ഒരു നോർമൽ പ്രോപ്പർ ഗെയിം കളിച്ചാൽ നന്നായിരിക്കും. ഈ ടാസ്കുകളൊക്കെ കുളവാക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിച്ച് വെച്ചിട്ട് ഗെയിം മനസ്സിലാക്കി കുറച്ചുകൂടെ കളിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അതേപോലെ അനീഷ് കുറച്ചും കൂടെ ബുദ്ധി പ്രയോഗിക്കുക. ഈ ബാക്കിയുള്ള ഓരോരോ നോർമൽ സില്ലി പ്രശ്നങ്ങൾ, കോമണർ, അങ്ങനത്തെ ഓരോരോ സില്ലി കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് അനീഷ് നൈസായിട്ട് ജെന്യുവനായിട്ട് കളിക്കുക. അതേപോലെ അനു കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ്, ഫ്രണ്ട്ഷിപ്പൊക്കെ വിട്ടിട്ട് കുറച്ചുകൂടെ സ്ക്രീൻ സ്പേസ് എടുത്ത് കളിക്കാൻ നോക്കുക. ആര്യൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അക്ബർ ഒന്നും ചെയ്തില്ലെങ്കിലും അക്ബറിൻ്റെ പേരുണ്ട് കളിക്കുന്നതിന്.